നബിദിനത്തിൽ മിഠായി വിതരണം ചെയ്തിരിക്കുന്നു സാദിഖ് അലി ശിഹാബ് തങ്ങൾ. മുബഷിഫ് അക്ബറുണ്ട്. മുബഷിഫ് അക്ബർ, പാണക്കാട്ടും ഇപ്പോൾ നബിദിനാഘോഷത്തിൻ്റെ തിരക്കിലാണ്. ധാരാളം വിശ്വാസികൾ അവിടേക്ക് എത്തുന്നുണ്ട്, സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട്. കാഴ്ചകളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. മുബഷീർ, ഉത്രാട ദിനമാണ്, നബിദിനവും ഒരുമിച്ച് വരുന്ന ദിവസം. എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. എന്താണ് അവിടെ വിതരണം ചെയ്യുന്നത് സാദിഖ് അലി തങ്ങൾ? മിഠായി ആണോ? അതെ അരുൺകുമാർ, സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വസതിയിലാണ് ഇപ്പോൾ നബിദിന ആഘോഷത്തിന്റെ ഭാഗമായി നബിദിന യാത്രയിൽ പങ്കെടുക്കുന്ന കുട്ടികളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. സാദിഖ് അലി തങ്ങൾ ആ കുഞ്ഞുങ്ങൾക്ക് മിഠായി വിതരണം ചെയ്യുന്ന കാഴ്ചയാണ്. പ്രായഭേദമന്യേ സാദിഖ് അലി തങ്ങളോട് നബിദിനത്തിന്റെ ഭാഗമായി ആളുകൾ വന്ന് സംസാരിക്കുന്നുണ്ട്. തങ്ങളെ ഉത്രാട ദിവസമാണ്, നബിദിന ആശംസകൾ. അതെ, മതേതരം വിളിച്ചോതുന്ന രീതിയിലുള്ള കാഴ്ചകളൊക്കെ തന്നെ കേരളം മുഴുവൻ കാണുന്നുണ്ട്. കാലം തന്നെ ആഘോഷങ്ങളെ ഒരുമിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ വർഷം. ചില വർഷങ്ങളിലൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. വലിയ പെരുന്നാളും ക്രിസ്മസ് ഒരിക്കൽ ഒന്നിച്ചു വരും. അതുപോലെ ഓണം, വിഷു, ഓണം, നബിദിനമൊക്കെ ഒന്നിച്ചു. ഇത്തവണ ഓണം, നബിദിനമൊക്കെ ഒന്നിച്ചു വന്നിരിക്കുകയാണ്. നാട് മുഴുവനും ആഘോഷത്തിലാണ്. അതിനേക്കാൾ ഏറെ എങ്ങനെ പരസ്പരം സന്തോഷിപ്പിക്കുവാൻ കഴിയും എന്നാണ് ഇപ്പോൾ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ നബിദിന ഘോഷയാത്രയൊക്കെ പോകുമ്പോൾ അതിലെല്ലാ മതക്കാരും അവരെ അനുഗ്രഹിക്കാനും അവർക്ക് ആശീർവാദം കൊടുക്കാനും അവർക്ക് മിഠായി കൊടുക്കാനൊക്കെ തന്നെ മുന്നോട്ട് വരുന്നു. പ്രവാചകനെ വാഴ്ത്തിയുള്ള പാട്ടുകളുമായിട്ട് നമ്മുടെ മക്കളൊക്കെ നബിദിന യാത്രയിൽ പങ്കെടുത്തു പോകുമ്പോൾ നമ്മുടെ മറ്റു മതസ്ഥരായിട്ടുള്ള ആളുകൾ മിഠായി കൊടുക്കുന്ന കാഴ്ചയൊക്കെ തന്നെ വലിയ സന്തോഷം നൽകുന്നു. പലയിടങ്ങളിലും അത് കാണുന്നുണ്ട്. അത് കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് തന്നെയാണ്. പരസ്പരമുള്ള സ്നേഹം, ബഹുമാനം, ആദരവ് ഇതൊക്കെ നിലനിർത്തുന്നു. മതപരമായിട്ടുള്ള ഒരു വ്യത്യസ്തത, പക്ഷെ അത് സാധാരണ ജീവിതത്തിൽ അത് പ്രതിഫലിക്കാറില്ല. മതം ഓരോരുത്തർക്കും അവനവൻ്റെ സ്വാതന്ത്ര്യമാണ്, അതനുസരിച്ച് ജീവിക്കും. അതേ അവസരത്തിൽ സാമൂഹ്യ ജീവിതത്തിൽ ആ മതിൽക്കെട്ടുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് സ്നേഹവും സൗഹാർദ്ദവും കൂട്ടായ്മയും പരസ്പരം ഉള്ള ആഘോഷത്തിൽ പങ്കുചേരലും ഇതൊക്കെ തന്നെയാണ് കേരളത്തിൻ്റെ പ്രത്യേകത. അവിടെ നബിദിനം കടന്നു പോയിട്ടുണ്ട്. നബിദിനത്തിൻ്റെ ഒരു ഓർമ്മകൾക്ക് തങ്ങൾക്ക് എന്താണ്? അതെ, നബിദിനത്തിൻ്റെ ഓർമ്മ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ കുട്ടിക്കാലത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ ഈ ചെറിയ കുട്ടികൾ വന്ന ഇതുപോലെ ഞങ്ങൾ ഇതുപോലെ ഒരു കാലത്ത് നടന്നതാണ്. ഓരോ വീടുകൾ തോറും ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ അവിടുന്ന് മിഠായി തരും, സർബത്ത് തരും, അങ്ങനെയുള്ള. ഇപ്പോൾ അതിൻ്റെ ഐറ്റംസൊക്കെ മാറി എന്നുള്ളൂ. അന്ന് പിന്നെ ചില അവിൽ വെള്ളം അങ്ങനെയൊക്കെയാണ് നമുക്ക് കിട്ടിയിരുന്നത്. പിന്നെ എന്നതുപോലെ തന്നെ ഒരു പെരുന്നാൾ പോലെയാണ് നബിദിനം എന്നുള്ളത്. ഇപ്പോൾ സാധാരണ പെരുന്നാളിന് അങ്ങനെയാണല്ലോ, കാത്തിരിക്കും. അത് റബീഉൽ അവ്വൽ 12 കാത്തിരിക്കാറാണ് ഞങ്ങളൊക്കെ. ചെറുപ്പം മാത്രമല്ല, വലിയ ആൾക്കാർ ഉൾപ്പെടെ തങ്ങളെ കയ്യിൽ നിന്ന് മിഠായി വാങ്ങുന്ന കാഴ്ച. അതിൻ്റെ ആ വലിയ ആൾക്കാരൊക്കെ എൻ്റെ കൂടെ പഠിച്ച ആൾക്കാരാണ്. അവരൊക്കെ ഇപ്പോൾ വലുതായി. പിന്നെ ഞാൻ പ്രായം കൊണ്ട് ഞാൻ അവരുമായിട്ട് വാദിക്കാറില്ല. എന്തായാലും അതാണ്, കുട്ടികൾക്ക് മധുര വിതരണം ഉൾപ്പെടെ ഇവിടെ നടക്കുന്നുണ്ട്. പലയിടങ്ങളിൽ നബിദിന പരിപാടികൾ നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഈ പാണക്കാട്ടെ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വസതിയിലേക്കും നബിദിന ആഘോഷ പരിപാടികൾ എത്തിയിട്ടുള്ളത്. ഉത്രാട ദിവസം കൂടിയാണല്ലോ, അതിൻ്റെ ഒരു സന്തോഷം കൂടി പലയിടങ്ങളിലും. ഇത്തവണ ഓണത്തിൻ്റെ പ്രത്യേക നേരത്തെ തന്നെ ഓണസദ്യകൾ തുടങ്ങി എന്നുള്ളതാണ്. ഞാനിപ്പോൾ 2-3 ദിവസമായിട്ട് ഉച്ചഭക്ഷണം ഓണസദ്യയാണ്. ഞാൻ മിഞ്ഞാന്ന് ഗൾഫിലുണ്ടായിരുന്നു, ദുബായ് പോയപ്പോൾ അവിടെയും ഓണസദ്യയാണ് ഉണ്ടായിരുന്നത്. ദുബായിൽ നിന്ന് നല്ല പായസം കൂട്ടി ഓണസദ്യ കഴിച്ചാൽ. അതെ, അവിടെ നല്ല ഇവിടുത്തെ ഒരു അടിപൊളി ഓണസദ്യ അവിടുന്ന് കിട്ടിയിരുന്നു. പിന്നെ പാണക്കാട്ട് നബിദിനാഘോഷ പരിപാടികൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പ്രായഭേദമന്യേ ആളുകൾ ആഘോഷങ്ങളിൽ പങ്കുചേരുന്നു. ഇതിനകത്ത് സാദിഖ് അലി തങ്ങൾ പറഞ്ഞൊരു കാര്യം വളരെ പ്രധാനപ്പെട്ടത്, ചില കാലങ്ങളിൽ ആഘോഷങ്ങൾ നമ്മളെ കൂട്ടിയോജിപ്പിക്കും, അല്ലേ? അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഉത്രാട ദിനവും നബിദിനവും ഒരേ ദിവസം തന്നെ വന്നു എന്നതാണ് സാദിഖ് അലി തങ്ങൾ പറഞ്ഞത്. ചില കാലങ്ങൾ അങ്ങനെയാണ്.